ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ പച്ചക്കറി അവിയലിൻ്റെ ആ ഒരു ഷേപ്പിൽ നീളത്തിൽ അരിഞ്ഞ് കഴുകിയെടുത്ത് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. പച്ചക്കറി ഏത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഞാനത് കഴുകി വാരി ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാൻ നേരത്തെ അന്നേരം ഇട്ടാലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിന്. അങ്ങനെ അത് വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മിക്സിഡ് റെഡിയാക്കാം. ഞാനിവിടെ തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എത്രത്തോളം വേണ്ട അതനുസരിച്ച് എടുക്കുക. അതുപോലെ 3 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം ഇച്ചിരി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും നമ്മുടെ ആ പച്ചക്കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പച്ചക്കറിയിലേക്ക് നമ്മുടെ ആ തേങ്ങ മിക്സിയിലിട്ട് അടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലപോലെ ഒന്ന് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ പുളിക്ക് വേണ്ടി ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. 2-3 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തൈര് ഇല്ലെങ്കിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ചേർത്താലും മതി. അങ്ങനെ ഞാൻ അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഉപ്പില്ലെങ്കിൽ ഇന്നേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഓഫ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അവിയലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം.